കൊച്ചിയിലെ പൈതൃക വ്യാപാര മേഖലയായ ബ്രോഡ്വേയിലേക്ക് കൂടുതൽ ഉപഭോക്താക്കളെ ആകർഷിക്കാനായി ഷോപ്പിംഗ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നു. കേരള മർച്ചന്റ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 11 മുതൽ ഒരു മാസത്തേക്കാണ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നടക്കുക. കൊച്ചി നഗരസഭ ഡെപ്യൂട്ടി മേയർ CK മണിശങ്കർ ഉദ്ഘാടനം ചെയ്യും. ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി സമ്മാന പദ്ധതിയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബ്രോഡ്വേയിൽ നടപ്പാക്കുന്ന നോ പാർക്കിംഗ് സംവിധാനത്തിന്റെ ഉദ്ഘാടനവും 11 നടക്കും. സിറ്റി പോലീസ് കമ്മീഷണർ മനോജ് എബ്രഹാം സംവിധാനം ഉദ്ഘാടനം ചെയ്യും. ബ്രോഡ്വേയിലെത്തുന്ന ഉപഭോക്താക്കൾക്കായി മറൈൻ ഡ്രൈവിൽ പാർക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തിയതായി മർച്ചന്റ്സ് യൂണിയൻ ഭാരവാഹികൾ കൊച്ചിയിൽ അറിയിച്ചു. സംവിധാനത്തിനെപ്പറ്റി ചിന്തിച്ചത് തന്നെ. അതോടൊപ്പം ഞങ്ങൾ വേറൊരു ഫെസിലിറ്റി കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബ്രോഡ്വേയിലൂടെ വരുന്ന വാഹനങ്ങൾ ഉപഭോക്താവിനെ ഇറക്കിയതിനു ശേഷം പാർക്കിംഗ് ഏരിയയിൽ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിട്ട് ആ ഡ്രൈവർക്ക് ഞങ്ങളുടെ കടയിലേക്ക് വന്ന് സാധനം മേടിക്കുന്നതിന് ഡ്രൈവറാകാം, അല്ലെങ്കിൽ ഞാൻ കസ്റ്റമറാകാം. അതിനുള്ളൊരു ചെറിയ ട്രാഫിക് സംവിധാനങ്ങൾ കൂടി ഞങ്ങൾ ഇതിനോടൊപ്പം അറേഞ്ച് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഓട്ടോറിക്ഷ ആയിരിക്കും അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ കൺസ്യൂമേഴ്സിന് വണ്ടി അവിടെ ഇട്ടതിന് ശേഷം ഓരോ സ്ഥാപനങ്ങളിലേക്കും വരുന്നതിനുള്ള സംവിധാനവും ഇതോടൊപ്പം അറേഞ്ച് ചെയ്യുന്നുണ്ട്. കൊച്ചി ആസ്ഥാനമായ ഫാൽക്കൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ലോജിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റിൽ പരിശീലന കോഴ്സുകൾ ആരംഭിക്കുന്നു. ദുബായ് പോർട്ട് വേൾഡിന്റെ സഹകരണത്തോടെയാണ് ഫാൽക്കൺ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ലിമിറ്റഡിന്റെ സഹോദര സ്ഥാപനമായ ഫിൽ കോഴ്സുകൾ തുടങ്ങുക. ലോജിസ്റ്റിക്സിലും സപ്ലൈ ചെയിൻ മാനേജ്മെന്റിലും ഡിപ്ലോമ, PG ഡിപ്ലോമ കോഴ്സുകളാണ് വാഗ്ദാനം ചെയ്യുന്നത്. 15 മാസത്തെ ഡിപ്ലോമ കോഴ്സിന് 80,000 രൂപയാണ് ഫീസ്. കളമശ്ശേരിയിലെ വിദ്യാഭാരതി ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പരിശീലന ക്ലാസുകൾ. വല്ലാർപാടം പദ്ധതി നിലവിൽ വരുന്ന സാഹചര്യത്തിൽ കേരളത്തിലും വിദേശ രാജ്യങ്ങളിലും ഏറെ തൊഴിൽ സാധ്യതകൾ ഉള്ളതാണ് കോഴ്സെന്ന് ഉദ്ഘാടനം ചെയ്ത തുറമുഖ ട്രസ്റ്റ് ചെയർമാൻ N. രാമചന്ദ്രൻ പറഞ്ഞു. When Government of India as well as other investors are investing such huge amounts of money in the port, it is high time that we start adopting better work practices, work cultures, and we should be able to, provide services which are comparable with the best in the world.